നോക്കിക്കേ, എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണോ കുളിക്കുന്നേ? എന്താ കാണിച്ചേ? കഥകിന്റെ മുകളിൽ ആരും വെള്ളം വെച്ചിരിക്കുന്ന പാത്രം വെച്ചിരിക്കാ. ഐ സീ, ഇതുകൊണ്ടാണോ നനഞ്ഞു പോയേ? ഞാനിത് എന്റെ അനിയൻ ആവിക്കിന് വേണ്ടി ചെയ്തതാ. എന്താ നീ പറയുന്നേ? ആ, ആക്ച്വലി എന്റെ അനിയനുണ്ടല്ലോ, എന്തു പറയാനാ, അവൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ശീലമുണ്ട്. അതുകൊണ്ട് അവൻ എപ്പ മുറിയെന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിച്ചാലും വാതില് തുറന്ന ഉടനെ അവന്റെ മേലെ വെള്ളം വീഴും, അവന്റെ ഉറക്കവും പോവും. അല്ലേ മോനെ? പക്ഷെ നിങ്ങൾ അകത്തേക്ക് വന്ന് ഞങ്ങളുടെ വെള്ളം മുഴുവൻ വേസ്റ്റ് ആയി. ഞാൻ മൊത്തം നനഞ്ഞു. സോറി. ആക്ച്വലി നിങ്ങളൊരു കാര്യം ചെയ്യേ, അതിനകത്ത് ഡ്രയർ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. എന്റെ ദൈവമേ, ഇന്ന് ഞാൻ റാണി മേഡത്തിനെ കാണാനിരുന്നയാ, എല്ലാം നശിപ്പിച്ചു. നിനക്കെന്താ കണ്ണു കാണില്ലേ? ആദ്യത്തെ ദിവസം റാണി മേഡത്തിനെ ഇങ്ങനെയാണോ കാണുന്നേ? ഇന്ന് ഇങ്ങനെ നടക്കുമെന്ന് വിചാരിച്ചില്ല. ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു ഐഡിയ ഉണ്ട്. നോക്ക്, അവിടെ നിൽക്കാനാ പറഞ്ഞത്. ഇനിയാണ് തമാശ. ഇത് പ്രതീക്ഷിക്കാതെ നടന്നതല്ല. ഇത് നിന്റെ കുസൃതിയാണ് റോജ. നിന്നെ കുറിച്ച് തീർച്ചയായിട്ടും റാണി മേഡത്തിന് ഞാൻ പറയാൻ പോവാ. അതെന്താണ് അറിയോ, ഞാൻ ഈ താഴെ വീണ പുഴുക്കളെ തൊടാറില്ല. റോ ജാ സിയു. എന്ത് ചെയ്താലും വെറുതെ ആവശ്യമില്ലാതെ ഈ സമീർ കേറി വരും. സോറി റാണി മാഡം, ഇതിനപ്പുറം എനിക്ക് ജോലി നോക്കാൻ വയ്യ. രാജകുമാരന് ട്രെയിനിങ് കൊടുക്കാനല്ലേ എന്നെ കൂട്ടിക്കൊണ്ടു വന്നേ. പക്ഷേ അവന് 16 വയസ്സിൽ കുസൃതി കാട്ടുന്ന ഒരു ചേച്ചി ഇരിക്കുന്നെന്ന് എന്നോട് പറഞ്ഞില്ല. പക്ഷെ ആ 16 വയസ്സ് കുസൃതിക്കാരി പെണ്ണ് ഒന്നിനും ആഗ്രഹിക്കുന്നില്ല. അവൾ രാജാവാകുന്നത് അവൾക്ക് ഇഷ്ടമില്ല. അവൾക്ക് മര്യാദ എന്തെന്നറിയില്ല. എനിക്ക് സംശയമുണ്ട് അവൾ ഈ വലിയ കുടുംബത്തിൽ ചേർന്നവളാണോ എന്ന്. ഗവർണസ്, എന്ത് തന്നെ സംഭവിച്ചാലും അത് ഇല്ല. ആ കുട്ടി ഈ കൊട്ടാരത്തിൽ ഇരിക്കുവാണെങ്കിൽ ഞാൻ ഈ കൊട്ടാരത്തിനകത്ത് വരില്ല. റാണി മേഡത്തിന് വേണ്ടി ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത് നല്ലതാണെന്ന് ഞാൻ വിചാരിച്ചു.
പക്ഷേ എനിക്കും എന്റെ ജോലിക്കും ഇത് നാണക്കേടാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഈ റോജി കാരണം ഇന്ന് വരെ ഉണ്ടാവാത്ത പ്രശ്നമാണ് ഇപ്പൊ ഈ ഇതിഹാസത്തിൽ ഉണ്ടായേക്കുന്നത്. ഒരു ഗവർണൻസ് നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്തിട്ടാണ് പോയേക്കുന്നത്. നമുക്കറിയില്ല ഇത് എവിടെ ചെന്ന് അവസാനിക്കാൻ പോകുന്നതെന്ന്. ഓവർ റിയാക്ടിന്റെ ആവശ്യമൊന്നുമില്ല. ഒരുപക്ഷെ റോജ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവും. രക്തത്തിൽ തന്നെ മര്യാദകേടുള്ള ഒരുവൾക്ക് അതിനൊന്നും പ്രത്യേകിച്ച് കാരണം വേണ്ട. റാണിയമ്മേ, എന്റെ കഴിവുകളിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നുള്ളത് എനിക്ക് അറിയാവുന്നതാണ്. പക്ഷെ ഒരു രാജാവിന്റെ കാര്യങ്ങൾ നോക്കാൻ പാകത്തിന് റോജയ്ക്ക് കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇന്നാദ്യമായാണ് ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ ഒരു ഗവർണസിന്റെ മുന്നിൽ നമ്മൾ നാണം കെട്ടി നിൽക്കേണ്ടി വന്നത്. നാളെ ഇത് വേർഗഡിന്റെ മൊത്തം ജനങ്ങൾക്ക് മുന്നിലാണെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ തല ഉയർത്തി നടക്കും റാണിയമ്മ? സ്കൂളിലും അവൾ ഇതൊക്കെ തന്നെയായിരിക്കും ചെയ്യുന്നതെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. സ്കൂളിലെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയില്ലല്ലോ ആൻറ്റി. ഷൂ പോലും മര്യാദക്കിട്ടില്ല, നമ്മുടെ റോയൽനെസ്സിനെ ഫോളോ ചെയ്യുന്നില്ല. അവിടെ അങ്ങനെ വളരെ മോശമായിട്ടാണ് നടക്കുന്നത്. നമ്മുടെ റോയൽ പാലസിന് ഇതൊരു അപമാനമല്ലേ? ഐ എം സോറി റാണിമ, ബട്ട് എൻ്റെ ആൻറ്റി എനിക്ക് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നേക്കുന്നത്. അതിലൊരു 5% പോലും അവളുടെ കയ്യിലില്ല. റോജ കാരണം ഒരു മനുഷ്യനും മനസ്സമാധാനമില്ല. പക്ഷെ റാണിയമ്മേ, നിങ്ങൾക്ക് മാത്രം. ഹേയ് റോജ, ഞാനിപ്പോ വരാമേ. ഈ രാജകൊട്ടാരത്തിനൊരു മാന്യതയുണ്ട്. അത് നീ മണ്ണോട് മണ്ണാക്കി കളഞ്ഞു. മതി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഇപ്പൊ നീ കേട്ടോ. ഈ സിംഹാസനത്തിന് എന്തുകൊണ്ടാണ് ഇത്ര ബഹുമാനമുള്ളതെന്നറിയാമോ? കാരണം ഇന്നേ വരെ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവിടുത്തെ പ്രജകൾ ഞങ്ങളെ കുറ്റം പറയുന്നത് പോലെ പെരുമാറിയിട്ടില്ല. പക്ഷെ ഇന്ന് കേറി വന്നവള് നമ്മുടെ കൊട്ടാരത്തെ തന്നെ തരം താഴ്ത്തി സംസാരിച്ച് ഒരു ചോദ്യചിഹ്നമാക്കിയിട്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാര്യം പുറത്തെല്ലാവരും അറിയാൻ പോവുകയാണ്. എല്ലാരും ചിരിക്കും, പരിഹസിക്കും. ഇതിനൊക്കെ എന്താ കാരണം? നിന്റെ അധിക പ്രസംഗം കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. നിന്റെ ചോരയിൽ പാരമ്പര്യമില്ലെന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നീ ചെയ്യുന്ന ഈ കാര്യം കൊണ്ട് നമ്മുടെ കൊട്ടാരത്തെ അശുദ്ധമാക്കാൻ പാടില്ല. അത് ഞാൻ ഒരിക്കലും അനുവദിക്കുകയുമില്ല. നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ തീർച്ചയായും കിട്ടിയിരിക്കും. നീ ഈ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു പോയേ പറ്റൂ. എല്ലാ കാര്യത്തിനും ഒരു അതിർത്തിയുണ്ട്. പക്ഷെ നീ ആ അതിർത്തികളെല്ലാം കടന്നിരിക്കുകയാണ്. ഇതുവരെ നീ ചെയ്ത എല്ലാ തെറ്റുകളും ഞാൻ ക്ഷമിച്ചു, സഹിച്ചു. പക്ഷെ ഇന്ന് നീ ചെയ്തിരിക്കുന്നത് ഒരു മഹാ അപരാധമാണ്. ഈ അപരാധത്തിനുള്ള ശിക്ഷ നീ തീർച്ചയായും അനുഭവിച്ചേ പറ്റൂ. റാണിയമ്മ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? ദീപാവലിയുടെ അന്ന് മമ്മിയും പപ്പയും അവയ്ക്ക് എന്തുകൊണ്ടാണ് റോയൽ ഡ്രസ് ഇടാതിരുന്നേന്ന്? എന്താന്ന് വെച്ചാ അവന് പട്ടുവസ്ത്ര അലർജിയാ. ശരീരം മുഴുവൻ റാഷസ് വരും. ഞാൻ പറഞ്ഞത് ഇനിയും നിനക്ക് മനസ്സിലായില്ലല്ലേ? ആ ഗവർണസ് ഇവിടുന്ന് ഭയങ്കര ഇഷ്ടാണ്. അതുപോലെ അമ്മയ്ക്ക് പായസത്തിലുള്ള മുന്തിരി ഭയങ്കര ഇഷ്ടാ. പക്ഷെ എന്റെ അമ്മ പായസത്തിന് അത് ഇടാറേ ഇല്ല. എന്താന്നറിയോ? കാരണം അവയ്ക്കിന് അത് ഒട്ടും ഇഷ്ടമല്ല. നീ എന്നോട് ധിക്കരിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നീ ഇപ്പോൾ തന്നെ ഭക്ഷണം കഴിക്കുമ്പോ ഒരിക്കലും വെള്ളം കുടിക്കാറില്ല. കാരണം വെള്ളം കുടിച്ചാ അവന് ചുമ വരും. റാണിയമ്മയ്ക്ക് വേറൊരു കാര്യം അറിയോ? അവൻ എപ്പോഴും രാത്രി ഉറങ്ങുമ്പോ പേടിച്ച് ഞെട്ടി എണീക്കാറുണ്ട്.
കാരണം അവൻ ദുസ്വപ്നങ്ങൾ കാണും. അവന്റെ പില്ലോടെ അടിയിൽ ഇരുമ്പ് സാധനങ്ങൾ വെച്ചില്ലെങ്കിൽ അവനൊരിക്കലും അവന്റെ പേടി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പേടിച്ച അവന്റെ യൂറിൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഈ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ എന്റെ പപ്പയ്ക്കും അമ്മയ്ക്കും നന്നായിട്ട് അറിയാം. പക്ഷെ ആ ഗവേണൻസിന് അവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല റാണിയമ്മ. ഇൻഫാക്ട് ഈ കാര്യങ്ങളൊക്കെ അവരോട് കൺവേ ചെയ്യാൻ ശ്രമിച്ചതാ. പക്ഷെ അവരാണെങ്കിൽ അതൊന്നും കേൾക്കാതെ അവനെ വഴക്ക് പറഞ്ഞു. ഷട്ടപ്പ്. ഈ ആഹാരം മൊത്തം കഴിച്ച് തീർന്നതിന് ശേഷമേ നീ ഇവിടുന്ന് എഴുന്നേൽക്കാൻ പാടുള്ളൂ. പറഞ്ഞത് മനസ്സിലായോ? രാജകുമാരനാണെന്ന് വെച്ച് നിനക്ക് മര്യാദയില്ലേ? റാണിയമ്മ, ഈ സമയത്ത് അവയ്ക്ക് ഒരു കടലാസ് പൂ പോലെയാണ്. ഒരു ചെറിയ കാറ്റടിച്ചാ മതി, അവ പറന്നു പോവും. ഇതൊരിക്കലും ഞാൻ അനുവദിക്കില്ല. കാറ്റല്ല, എത്ര വലിയ കൊടുങ്കാറ്റ് വീശിയാലും ഞാൻ എന്റെ അനിയനെ സംരക്ഷിക്കുന്ന ഒരു കവചമായിട്ട് നിൽക്കും. അവനൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. I'm really sorry, റാണിയമ്മ. I'm really sorry. റാണിയമ്മ, എനിക്ക് എന്ത് പണിഷ്മെന്റ് വേണമെങ്കിലും തന്നോളൂ. ഞാനത് സ്വീകരിച്ചോളാം. പക്ഷെ പ്ലീസ് എന്നെ എന്റെ അനിയന്റെ അടുത്തൊന്ന് മാറ്റി നിർത്തരുത്.